ഹബീബിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മ വേണം. എന്റെ മുത്താണല്ലോ, ലോകത്തിന്റെ സത്താണല്ലോ. നാളെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എന്തിനേറെ പറയണം, എവിടെയാ നബിതങ്ങളെ മാറ്റിവെച്ചിട്ടുള്ളത്? അള്ളാഹനെ പറയുന്നിടത്തെല്ലാം അള്ളാഹു പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു പരിശുദ്ധ വ്യക്തിത്വമാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പറ്റൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂടി പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുമ്പോ ബാങ്ക് സഹീഹാണെങ്കിൽ അള്ളാഹുവിന്റെ പേര് മാത്രം പറഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ പറ്റൂല. അവിടെയും അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അതും കൂടി പറയാതെ ബാങ്ക് സഹീഹല്ല. നിസ്കാരമുണ്ടല്ലോ, നിസ്കാരം സഹീഹാകണമെങ്കിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, എന്റെ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണം കേട്ടോ, എന്റെ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണം കേട്ടോ. എന്റെ ഹബീബിന്റെ കുടുംബക്കാരുടെ മേലും സ്വലാത്ത് ചെല്ലാത്തൊരു നിസ്കാരത്തെ ഞാൻ പരിഗണിക്കൂല കേട്ടോ. എന്തിനേറെ പറയണം, മയ്യത്ത് നിസ്കാരമുണ്ടല്ലോ. വിഷമങ്ങൾ തളം കെട്ടിക്കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ കൂട്ടുകാരോ കുടുംബക്കാരോ നമ്മുടെ വിലപ്പെട്ട പലരും മുമ്പിൽ ക്രോസിന് വെച്ചുകൊണ്ട് പിന്നിൽ നമ്മൾ നിന്ന് നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈ മയ്യത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിസ്കാരമുണ്ടല്ലോ. ആ നിസ്കാരത്തിന്റെ ബാങ്ക് ഇഖാമത്തും പോലും കൊടുക്കൂല. കാരണം അതിന് പോലും സമയമില്ല. എന്താ കാരണം? മയ്യത്ത് മറമാടപ്പെടാനും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടത്തേണ്ട പരിപാടി അതാ മറമാടാനുള്ള സ്റ്റെപ്പാ. അടുത്ത സ്റ്റെപ്പ് അതിട്ടിരുന്ന ആളുകളെ വിളിച്ചു കൂട്ടാനല്ല, വരിവരിയായി നിർത്താനല്ല. പെണ്ണുങ്ങൾ ഇതിലേ പോ, അത് ഇസ്ലാമികമല്ല. പുരുഷന്മാർ അങ്ങനെ പോ ഇങ്ങനെ പോ, അങ്ങനെയല്ല. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണും പെണ്ണും കൂടി കലർന്നിട്ടുള്ള ഒരു പ്രിയപ്പെട്ട നമ്മുടെ ആരുമാകട്ടെ, ഞാനൊന്ന് പറയുന്നു, ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു അനുവദിച്ചവരുടെ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണേ. കൂട്ടത്തിൽ ഒരു പോയിന്റ് പറയുകയാ, കൂട്ടത്തിൽ വിഷയത്തിന് പുറത്താണെങ്കിലും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ആ അനാചാരം ആചാരമായിട്ട് നടന്നു പോകുന്നു. പടച്ചവനെ പേടിച്ചുകൊണ്ട് പറഞ്ഞു പോവുകയാ. പലപ്പോഴും പല മയ്യത്ത് കാണാൻ പോയിട്ട് അകത്തോട്ട് പോയി ഒരു ഫാത്തിഹ പോലും ഒന്നോടാൻ പറ്റാത്ത രൂപത്തിൽ പുറത്ത് ചേർ വലിച്ചിട്ടിരുന്ന് ദ്വാരന്ന് പോകേണ്ട സന്ദർഭം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വേദന കൊണ്ട് പറഞ്ഞു പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു അനുവദിച്ച മുഖം കണ്ടവർക്ക് അള്ളാഹു ആ ശിക്ഷ കൊടുക്കുന്നത്. പക്ഷേ അള്ളാഹു അവന് ശിക്ഷ കൊടുക്കുമെങ്കിൽ മരിച്ചുപോയാൽ ആ മയ്യത്തിന് അതാ ഒരാൾ അന്യ പുരുഷനാകട്ടെ അന്യ സ്ത്രീയാകട്ടെ അള്ളാഹു അനുവദിക്കാത്ത ഒരാൾ കണ്ടുപോയാൽ അതിനുള്ള ശിക്ഷ മയ്യത്തിൻ്റെതല്ല, മയ്യത്തിന് കൊടുക്കൂല. മയ്യത്തിന്റെ പരിപാലകർക്കാ കൊടുക്കുന്നത്, അതിന്റെ വീട്ടുകാർക്കാ കൊടുക്കുന്നത്. ആ മയ്യത്തിന്റെ അഹിലുകാരാണ് അതിന് ഉത്തരം പറയേണ്ടത്. മറന്നു പോകണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ നിലക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ കൊണ്ടുപോയി നിർത്തുമ്പോ, മുമ്പിൽ കൊണ്ടുപോയി ക്രോസിന് വെച്ചുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ എന്താ ഏറ്റവും പ്രധാനമായിട്ടൊന്ന് മനസ്സിലാക്കണം, മരണം മറമാടലാണ്. അടുത്ത സ്റ്റെപ്പ് മരിച്ചൊന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആ ഖബറിലേക്ക് ആനയിക്കുന്നതിനുള്ള കാര്യങ്ങളാ ചെയ്യേണ്ടത്. മകൻ ഗൾഫിലാ, അതുകൊണ്ട് തണുപ്പിച്ചൊന്ന് ഐസ് കട്ടയാക്കി വെക്കാം. മയ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമായ എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാനോട് ദുനിയാവിൽ വെച്ച് നീ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമായി ഐസാക്കി നീ വെക്കുന്നത്. ആ ഉമ്മ നിന്നോട് ചെയ്തിട്ടുള്ള ഒരുപാട് കാരുണ്യ പ്രപഞ്ചമുണ്ട്, അതിനെയൊക്കെ നീ തിരസ്കരിക്കുക. ഒരിക്കലും അത് പാടില്ല. ഒരിക്കലും അങ്ങനെ ഒരു പ്രേരണയും ഇസ്ലാം നൽകുന്നില്ല. ഗൾഫിലാണെങ്കിൽ വരാൻ പറ്റുമെങ്കിൽ വരട്ടെ, വരുമ്പം വരട്ടെ. മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് ആ ഖബറിൽ പോയിട്ടൊന്ന് ദ്വാരക്കട്ടെ. അവിടെ പോയി നിനക്കും നിസ്കരിക്കാൻ പോലും അനുവാദം നൽകുന്നുണ്ട്. അതുകൊണ്ട് മകന് കാണാൻ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള മറ്റു പലരും വരട്ടെ. അതുകൊണ്ടൊന്ന് തണുപ്പിച്ച് ഐസ് കട്ടയാക്കി വെക്കാമല്ലോ. അതിനേക്കാളും വലിയ മുന്നില്ല വേറെ ഒന്ന് മനസ്സിലാക്കണേ, പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ഈ പറയപ്പെട്ട മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ബാങ്കും ഇഖാമത്തും പോലും ആദ്യം കൊടുത്തുപോയി. അതിന് പോലുമുള്ള സമയമില്ല. ആ നിലക്ക് പെട്ടെന്ന് നിസ്കരിച്ച് മയ്യത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരം, മയ്യത്തിന് വേണ്ടി ദ്വാരക്കാൻ നിസ്കാരം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ. അത് പറയുന്നതിന് മുമ്പ് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താ? എന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് സലാം ചൊല്ലിയിട്ട് മതി നിന്റെ ഉമ്മാന് ദ്വാരക്കാൻ, നിന്റെ ഉപ്പാന് ദ്വാരക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും പവറാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ കൈകെട്ടി ഫാത്തിഹ ഓതി
രണ്ടാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നത്, അതിൽ സ്വലാത്തും സലാമും പുണ്യമായ സ്വലാത്ത് തന്നെ ചൊല്ലി ദ്വാരക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാ മുസ്തഫ നബി തങ്ങളെ മാറ്റി നിർത്താൻ പറ്റുന്നത്? മരിച്ച് കബറിൽ ചെന്നാൽ അറിയുവോ, ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കും. അവിടെ പോലും പ്രവാചകനുമായിട്ടുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുകയാ. എന്താണ് ഈ മനുഷ്യനെ സംബന്ധിച്ച് നിന്റെ അഭിപ്രായം എന്താ? എന്താണ് ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള അഭിപ്രായം? ഹബീബിനോട് അനുരാഗം വെച്ചവർ പറയും എന്റെ ഹബീബ, എന്റെ മുത്തുനബിയ. അവർക്ക് അവിടെ പ്ലസ് പോയിന്റായ ഗ്രേഡാ. മറിച്ച് അള്ളാന്റെ ഹബീബിന്റെ അനുരാഗമില്ലാത്തവർ ഏതൊക്കെ രൂപത്തിലോടി നടന്നവരാണെങ്കിലും അനുരാഗമില്ലാത്തവർ പറയുന്നതുണ്ടോ, എന്റെ നാശമേ, എന്റെ നാശമേ, ഇതാരാ എനിക്ക് തിരിയുന്നില്ലല്ലോ, യാതിരി എനിക്കറിയില്ലല്ലോ എന്നാ പറയുന്നത്. തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ, തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് ചെന്നാലോ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം ശഫാഅത്താ, മറന്നു പോകണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബിനോടുള്ള മഹബ്ബത്ത് മുറുകെ പിടിക്കണം. ആ മഹബ്ബത്താ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ മഹബ്ബത്താ സമകാലികർക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മഹബ്ബത്താ അരമനയുടെ അകത്തളത്തിൽ സ്വലാത്ത് പോലും മുടങ്ങിപ്പോയില്ലേ പെങ്ങന്മാരെ? മഗ്‌രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള സമയം ഹറാമിയത്തിന്റെ കോലാഹലങ്ങളല്ലേ? കൊച്ചുമക്കൾ പോലും അത് കണ്ട് വൃത്തികേടായി പോവുകയല്ലേ? സ്വലാത്ത് ചെല്ലുന്ന വീടെത്രയാ, ഹബീബിന്റെ മദ്ഹ് ചെല്ലുന്ന വീടെത്രയാ? പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മുടങ്ങാതെ 12 ദിവസവും മൗലൂദ് ഓതിയ വീടെത്രയാ? ഞാൻ ചോദിക്കുന്നു. മറ്റുള്ള ഇബാദത്തുകൾ അനിവാര്യമാണ്, അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ലല്ലോ. പക്ഷേ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായിട്ട് പരിഗണിച്ച് ചെയ്യണം. ഒരു 10 സ്വലാത്തെങ്കിലും മുടങ്ങാതെ ചെല്ലുന്നവരെത്രയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരല്പം എഴുന്നേറ്റൊന്ന് മുമ്പോട്ട് നിൽക്കുവോ? ഒരല്പം ദ്വാരക്കാൻ വേണ്ടിയിട്ടാ. പരിസരത്തുള്ളവരെല്ലാം അകത്തോട്ട് കയറണം ദ്വാരക്കാൻ വേണ്ടിയിട്ടാ. ഹബീബായ നബിതങ്ങളെ പറഞ്ഞ സദസ്സ, മുത്തു നബിതങ്ങളെ പറഞ്ഞ സദസ്സ, അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ മദ്ഹ് പറഞ്ഞ സദസ്സ. പടച്ചവൻ കബൂലാക്കുമാറാകട്ടെ. ഈ സദസ്സിൽ വെച്ച് അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ.